ഗസ സിറ്റിയിൽ കൂട്ടക്കുരുതി തുടരുകയാണ്. ഇസ്രായേൽ ഇന്ന് മാത്രം കൊന്നത് 36 പേരെ. ഗസ നഗരത്തിന്റെ മധ്യഭാഗം ലക്ഷ്യമാക്കി ഇരുദിശകളിൽ നിന്നും ഇസ്രായേൽ സൈന്യം ആക്രമണം തുടരുന്നു. നിരന്തര ബോംബാക്രമണവും റിമോട്ട് നിയന്ത്രിത റോബോട്ടുകളും മൂലം നൂറുകണക്കിന് കെട്ടിടങ്ങൾ സൈന്യം തകർത്തു. വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലും ഇസ്രായേൽ അതിക്രമം തുടരുകയാണ്. റഫേൽ ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ 4 ഇസ്രായേൽ സൈനികർ ഇന്നലെ കൊല്ലപ്പെട്ടു. വെടിനിർത്തൽ പ്രമേയം 6ാം തവണയും അമേരിക്ക വീറ്റോ ചെയ്തു. വെടിനിർത്തലിന് ഇപ്പോഴും തയ്യാറാണെന്ന് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചതായി ഇസ്രായേലി ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി അറിയിച്ചു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി MCA നാസർ ദുബായിൽ നിന്ന്. MCA, ഗസ സിറ്റി ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. 2 ദിവസമായി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ്. പല ദിശകളിൽ നിന്നായി ഗസ സിറ്റിയെ വളഞ്ഞുകൊണ്ടുള്ള ആക്രമണമാണ്. ഇന്ന് ഈ പകലിൽ എന്താണ് ഗസ സിറ്റിക്ക് പുറത്ത് സംഭവിച്ചത്? ഈ ഗസ സിറ്റി പൂർണ്ണമായും ഒഴിച്ചെടുക്കുക എന്നുള്ളത് എത്ര കണ്ട് എളുപ്പത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം? എത്ര മനുഷ്യർ ഇനിയും കൊന്നൊടുക്കേണ്ടി വരും? സൈഫുദ്ദീൻ, അതിഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് പിന്നിട്ട ദിവസങ്ങളിൽ എന്നപോലെ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ രാത്രിയിലും ആയിരങ്ങളാണ് ഈ ഗസ സിറ്റി വിട്ട് പലായനം ചെയ്യാനുള്ള നീക്കം നടത്തുന്നത്. പക്ഷേ നമ്മൾ നേരത്തെയൊക്കെ ആശങ്കപ്പെട്ടതുപോലെ തന്നെ പോകാൻ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടം ഇപ്പോൾ പോലും ലഭ്യമല്ല. അതുകൊണ്ട് ഈ തീരദേശ റോഡുമായിട്ട് ബന്ധപ്പെട്ട് ആ തെരുവോരങ്ങളിലാണ് ഇപ്പോൾ 10,000ങ്ങൾ കാത്തുകെട്ടിക്കിടക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷിതത്വവും ഇസ്രായേൽ ഉറപ്പു നൽകുന്നില്ല. മവാസി എന്ന തെക്കൻ ഗസയുടെ ഒരു ഭാഗത്ത് മാത്രമാണ് പിന്നെ അവിടേക്കാണ് എല്ലാ പലസ്തീനികളോടും നീങ്ങാൻ ഇസ്രായേൽ നിരന്തരം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 5 ലക്ഷത്തിലധികം പേരെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഗസ സിറ്റിയിൽ തന്നെ ഇപ്പോൾ പോലും ഉണ്ട്. അവർക്ക് പോകാൻ യാതൊരു നിലക്കും സാധിക്കാത്ത ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഭാഗത്തേക്കുള്ള കുടിവെള്ളവും ഭക്ഷണ വിതരണവും മറ്റ് സംവിധാനങ്ങളും പൂർണ്ണമായി തന്നെ തടഞ്ഞ ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് ആകെയുള്ള ഈ പ്രദേശത്തെ 2-3 ആശുപത്രികൾ അതിനു നേരെയും ഇന്നലെ മുതൽ ആക്രമണം വ്യാപകമായി തുടരുകയാണ്. കുട്ടികളെ ചികിത്സിക്കുന്ന ആശുപത്രികളെ പോലും ഈ സൈന്യം വെറുതെ വിടുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഗസ ജനത, പ്രധാനമായിട്ടും ഗസ സിറ്റിയിൽ ഉൾപ്പെടെയുള്ള ജനത പോകുന്നത്. ദേർ അൽ ബലാഹ്, അതോടൊപ്പം തന്നെ ഖാൻ യൂനിസ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്കും ആക്രമണം കൂടുതൽ വിപുലപ്പെടുത്തിയിട്ടുണ്ട്. ഈ കരയാക്രമണത്തോട് കൂടി തന്നെയാണ് ഷെല്ലാക്രമണവും വ്യോമാക്രമണവും തുടരുന്നത്. അതിന് പുറമെയാണ് ഇപ്പോൾ റിമോട്ട് നിയന്ത്രിതമായിട്ടുള്ള റോബോട്ടുകൾ ഇറക്കിക്കൊണ്ട് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഈ റോബോട്ടുകളാണ് ഇപ്പോൾ കെട്ടിടങ്ങളിലേക്ക് നിയോഗിക്കുന്നത്. അങ്ങനെ കെട്ടിടങ്ങൾ തകർക്കാൻ വേണ്ടി ഇസ്രായേൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ വംശഹത്യയുടെ ഏറ്റവും ക്രൂരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് ഗസ ജനത മുന്നോട്ട് പോകുന്നത്. ഈ ലോക സമൂഹങ്ങൾക്കിടയിൽ, ലോകരാജ്യങ്ങൾക്കിടയിലൊക്കെയും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തുടരുന്നുണ്ട്. ലോക തലത്തിൽ തന്നെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. UN നിരവധി തവണ സമ്മേളിച്ചു. പക്ഷേ എങ്കിലും ഒരു മൂർത്തമായിട്ടുള്ള ഒരു പ്രശ്നപരിഹാരമോ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശക്തമായിട്ടുള്ള ഒരു നീക്കം നടത്താൻ ഒരു രാജ്യവും ഒരു നേതൃത്വവും പോലും ഇനിയും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർ തികഞ്ഞ നിസ്സംഗതയോടുകൂടി തങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന ഒരു അവസ്ഥയിൽ ഇതിനെ നോക്കിക്കാണുമ്പോൾ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു പക്ഷേ മരണം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് പലസ്തീനുകൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു മാറ്റവും ഈ പിന്നിട്ട മണിക്കൂറിലുമില്ല. കാരണം നിരന്തരമായിട്ട് വ്യോമാക്രമണം തുടരുന്നു, ഷെല്ലാക്രമണം തുടരുന്നു, കരയുദ്ധം പല ഭാഗങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. പക്ഷെ അതിനിടയിലും അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ്. ഇന്നിപ്പം 3 സൈനിക വാഹനങ്ങൾ തകർത്തതായിട്ട് ഹമാസിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. തങ്ങളുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കേന്ദ്രം എന്ന നിലയ്ക്ക് ഗസ സിറ്റിയിൽ തങ്ങൾ ശക്തമായി തന്നെ ഈ അധിനിവേശ സേനക്കെതിരെ പൊരുതുമെന്ന പ്രഖ്യാപനം കൂടിയാണ് ഹമാസ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പുറത്തുവിട്ടിരിക്കുന്ന പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത്. സൈഫുദ്ദീൻ, അതിനിടയിലും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ ഇന്നും വെടിനിർത്തൽ പ്രമേയം വന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അമേരിക്ക അത് വീണ്ടും വീറ്റോ ചെയ്തിരിക്കുന്നു. എന്താണ് UN-ൽ ഉണ്ടായത്? സൈഫുദ്ദീന് വലിയൊരു പ്രതീക്ഷ തവണയും ഉണ്ടായിരുന്നു. കാരണം 15-അംഗ രക്ഷാസമിതിയിൽ 14 രാജ്യങ്ങളും അടിയന്തരമായിട്ടുള്ള ഒരു വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അൾജീരിയ കൊണ്ടുവന്ന ആ പ്രമേയത്തിന് അനുകൂലമായി ചൈനയും റഷ്യയും ബ്രിട്ടനും ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് അണിനിരന്നു. പക്ഷേ നേരത്തെയൊക്കെ സംഭവിച്ചതുപോലെ തന്നെ അമേരിക്ക അവസാന ഘട്ടത്തിൽ ഈ പ്രമേയത്തെ വീറ്റോ ചെയ്തു. ആ വീറ്റോ ചെയ്യുന്നതിന് ദുർബലമായിട്ടുള്ള വാദങ്ങളാണ് പറയുന്നത്. കാരണം ഇതിൽ ഹമാസിനെ പ്രത്യക്ഷമായിട്ട് കുറ്റപ്പെടുത്തുന്നു
രൂപപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ഇതിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇസ്രായേലല്ല ഹമാസാണ് എന്ന അർത്ഥത്തിലുള്ള ഒരു പരികല്പന നൽകിക്കൊണ്ടാണ് ഈ പ്രമേയത്തെ വീറ്റോ ചെയ്തത്. നമുക്കറിയാൻ സാധിക്കും, ഈ 24 മാസങ്ങൾ പിന്നിടുന്ന ഈ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു വംശഹത്യയുടെ ഘട്ടങ്ങളിൽ 6 തവണയാണ് ഇതേപോലെ രക്ഷാസമിതി കൊണ്ടുവന്ന പ്രമേയങ്ങളെ അമേരിക്ക, ഈ 14 രക്ഷാസമിതിയിലെ രാജ്യങ്ങളും പിന്തുണച്ചിട്ട് പോലും അതിൽ അമേരിക്ക തങ്ങളുടെ വീറ്റോ അധികാരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ഗസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും തിരക്കിട്ട, ഒരുപക്ഷെ രാഷ്ട്രാന്തരീയ തലത്തിൽ നടന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നീക്കത്തെയും അട്ടിമറിക്കുന്ന വളരെ പരിഹാസ്യമായിട്ടുള്ള ഒരു കാഴ്ചക്ക് കൂടിയാണ് ലോകം ഇന്നലെ അർദ്ധരാത്രി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അതിന് വളരെ ദുർബലമായിട്ടുള്ള ന്യായീകരണം തന്നെയാണ് അമേരിക്ക ഉന്നയിക്കുന്നത്. ഈ അറബ് മുസ്ലിം രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, യൂറോപ്പ് ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയും ഒരുമിച്ച് തന്നെ ഇത്തരമൊരു പ്രമേയത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയതാണ്. അവരൊക്കെയും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയതാണ്. 142 രാജ്യങ്ങൾ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം തന്നെയാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഏക മാർഗമെന്ന് വ്യക്തമാക്കിയതാണ്. പക്ഷെ അതൊക്കെ നിലനിൽക്കെ ഈ യാഥാർത്ഥ്യങ്ങളെ ഒന്നും അഭിമുഖീകരിക്കാൻ തയ്യാറല്ലാതെ ഇസ്രായേലിന് വേണ്ടി മാത്രമുള്ള ഒരു ഭരണകൂടമായിട്ട് അമേരിക്ക മാറുന്നു. പിന്നിട്ട വർഷങ്ങളിലൊക്കെ തുടർന്നതുപോലെ തന്നെ പ്രത്യക്ഷമായിട്ട് ഇസ്രായേലിന്റെ എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്താൻ അമേരിക്ക നീക്കം നടത്തുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം $6 ബില്യൺ പുതുതായിട്ടുള്ള ആയുധങ്ങൾ കൂടി ഇസ്രായേലിന് നൽകാനുള്ള ഒരു നീക്കം അമേരിക്ക പദ്ധതി ആവിഷ്കരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അപ്പോൾ ആയുധങ്ങളും സമ്പത്തും സൗകര്യങ്ങളും നയതന്ത്ര പരിരക്ഷയും നൽകി ഈ സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ ഈ കൊടും ക്രൂരതകൾക്ക് പൂർണ്ണമായിട്ടും മറയിടാനുള്ള ഒരു നീക്കമാണ്. മറ്റ് രാജ്യങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഒരു നിലക്കും പരിഗണിക്കേണ്ടതില്ല എന്നൊരു തീർപ്പിലേക്ക് കൂടി അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം മാറുന്നതിന്റെ ഏറ്റവും നിർലജ്ജമായ അശ്ലീലത കലർന്ന ഒരു അനുഭവ സാക്ഷ്യം കൂടിയാണ് ഇന്നലെ രാത്രി UN രക്ഷാസമിതിക്ക് മുമ്പാകെയും രൂപപ്പെട്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ, MCA വെടിനിർത്തലിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള മധ്യസ്ഥ നീക്കങ്ങൾ ഏതെങ്കിലും കോണുകളിൽ ഈ സമയം നടക്കുന്നുണ്ടോ? ഖത്തറായിരുന്നു അതിന് ശ്രമങ്ങൾ നടത്തിയിരുന്നത്. ദോഹ ആക്രമിച്ചതോടുകൂടി ഇപ്പോൾ ഖത്തർ പൂർണ്ണമായും അത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറിയ അവസ്ഥയാണോ? അല്ലെങ്കിൽ ഇനിയും പുതിയ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾക്ക് സാധ്യതയുണ്ടോ? സൈഫുദ്ദീൻ, ഇതിൽ ഖത്തർ തന്നെ തങ്ങളുടെ നിലപാട് വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ലോകതലത്തിൽ ഇതേപോലുള്ള ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരു മധ്യസ്ഥ റോൾ വഹിക്കുന്നതിൽ തങ്ങൾ മുമ്പിൽ തന്നെ ഉണ്ടാകും. അത് ഈ ദോഹ ആക്രമണത്തിന്റെ അല്ലെങ്കിൽ ഇത്തരം നീക്കങ്ങളുടെ പുറത്ത് അത്തരം ഒരു ശ്രമങ്ങളിൽ നിന്ന് ആ ഒരു വെടിനിർത്തൽ നീക്കങ്ങളിൽ നിന്ന് തങ്ങൾ പുറകോട്ട് പോവുകയില്ല. പക്ഷെ സ്ഥിതിഗതികൾ അത്യന്തം സങ്കീർണമാണ്. കാരണം ആദ്യം ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി, അതും അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു പ്രപ്പോസൽ ചർച്ച ചെയ്യാൻ വേണ്ടി വന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടന്ന ആക്രമണം, അത് ഖത്തറിന്റെ പരമാധികാരത്തിന് നേർക്കുള്ള ആക്രമണം മാത്രമല്ല, ഒരു സമാധാനം രൂപപ്പെടുത്താൻ അമേരിക്ക തന്നെ മുൻകൈയെടുത്തൊരു നീക്കത്തിന് പിന്തുണ അറിയിക്കുന്നതിന്റെ ഭാഗമായി, അല്ലെങ്കിൽ അവരുമായിട്ട് കൂടിയാലോചിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹമാസ് നേതൃത്വം ദോഹയിൽ എത്തിച്ചേർന്നത്. അതുപോലും ഉൾക്കൊള്ളാൻ പറ്റാതെ വന്ന ദൗത്യ സംഘത്തെ പോലും ആക്രമിക്കാനുള്ള വളരെ ജുഗുപ്സാഹമായിട്ടുള്ള ഒരു നീക്കമാണ് ഇസ്രായേൽ കൈക്കൊണ്ടത്. ഇതിലുള്ള വിയോജിപ്പുകളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഏത് ഘട്ടത്തിലും ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് തങ്ങൾ ഒരുക്കമാണ്. പക്ഷെ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം രൂപപ്പെടുത്താൻ അമേരിക്ക പോലുള്ള വൻശക്തി രാജ്യങ്ങൾ തയ്യാറാകണമെന്നൊരു അഭ്യർത്ഥനയാണ് ഖത്തർ ഏറ്റവും അവസാനമായിട്ട് മുന്നോട്ട് വെച്ചത്. ഈജിപ്തും ഇതേ നീക്കങ്ങൾ, കാരണം ഇനി ഈ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാവുന്ന ഒരു അവസ്ഥ എന്നത് ഗസ സിറ്റിയിൽ നിന്ന് ഈ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഈജിപ്തിന്റെ അതിർത്തിയിലേക്ക്, ആ ഒരു അതിർത്തി ചേർന്നുള്ള തെക്കൻ ഗസയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും സ്ഫോടനാത്മകമായിട്ടുള്ള ഒരവസ്ഥയാണ് ആ പ്രദേശത്ത് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോർദാനെ സംബന്ധിച്ചിടത്തോളം, ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഘട്ടം എന്നത് ഒരുപക്ഷെ കൂടുതൽ ശക്തമായിട്ടുള്ള ചില വെല്ലുവിളികൾ, സുരക്ഷാ വെല്ലുവിളികൾ ഈ രണ്ട് രാജ്യങ്ങളും നേരിടുന്നുണ്ട്. ഇന്നലെ തന്നെ ജോർദാനിൽ നിന്ന് പോയ ഒരു ട്രക്ക് ഡ്രൈവറാണ് 2 സൈനികരെ, ഇസ്രായേൽ സൈനികരെ വെടിവെച്ചു കൊന്നത്. ഇതോടുകൂടി ആ ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള അതിർത്തി കേന്ദ്രം പൂർണ്ണമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാവുന്ന, പ്രക്ഷുബ്ധമാവുന്ന ഒരു സാഹചര്യം മേഖലയിൽ ഉടനീളം രൂപപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ആരെങ്കിലും ഇതിന് മുൻകൈ എടുക്കണമെങ്കിൽ പോലും അത്തരമൊരു ചർച്ചയ്ക്ക് അമേരിക്കയുടെ നിലപാട് എന്നതിനെ കൂടി ആശ്രയിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ വീറ്റോ അധികാരം പോലും പ്രയോജനപ്പെടുത്തിയ ഒരു അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ചർച്ചയ്ക്കുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ മധ്യവർത്തികൾ മുഖേനയുള്ള ഒരു സമവായ നീക്കം അത് ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ കരുതുക അസാധ്യമാണ്. പക്ഷേ ഇസ്രായേലിൻ്റെതായിട്ടുള്ള മാധ്യമങ്ങളിൽ ഇപ്പോൾ അല്പം മുമ്പ് വന്ന റിപ്പോർട്ട് പ്രകാരം ഈ ഘട്ടത്തിൽ പോലും ഒരു വെടിനിർത്തലിനുള്ള നിർദ്ദേശം വരികയാണെങ്കിൽ തങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറാണ്
തയ്യാറാണ് എന്ന് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള മാധ്യമങ്ങളിലൂടെ ഇസ്രായേൽ മാധ്യമം പുറത്തുവിട്ടിട്ടുണ്ട്. കാരണം ഈ തീക്ഷ്ണമായിട്ടുള്ള ആക്രമണം തുടരുന്ന ഘട്ടത്തിലും ഒരുപക്ഷെ ഇന്നലെ 4 സൈനികർ കൊല്ലപ്പെട്ടു, 2 സൈനികരെ പിന്നെ ഈ ജോർദാനിൽ നിന്നുള്ള ട്രക്ക് ഡ്രൈവർ വെടിവെച്ചു പോന്നു. അങ്ങനെ 6 സൈനികരുടെ നഷ്ടം വന്നതോടുകൂടി തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര തലത്തിൽ കടുത്ത പ്രതിഷേധം രൂപപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബന്ദികളുടെ ജീവൻ രക്ഷപ്പെടുത്തണമെന്ന്, അല്ലെങ്കിൽ ബന്ദികളുടെ ജീവൻ കൊണ്ട് പിന്നെ കളിക്കരുതെന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പും ഇസ്രായേലിന്റെ ഉള്ളിൽ രൂപപ്പെടുന്നുണ്ട്. അതായിരിക്കണം ഒരുപക്ഷെ വെടിനിർത്തൽ സാധ്യത കൂടി ആരായാൻ ഇസ്രായേലിനെ ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. സൈഫുദ്ദീൻ, എന്തായാലും ഗസയിൽ നിന്ന് ഏറ്റവും ദയനീയവും വേദനാജനകവുമായ ദൃശ്യങ്ങളും വാർത്തകളുമാണ് പോയ പകലിലും പുറത്തു വന്നത്. ഇന്നും 25ഓളം പേരെയാണ് ഗസ സിറ്റിയിൽ മാത്രം ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നത്. ഗസ സിറ്റി പിടിക്കാൻ പല കോണുകളിൽ നിന്നായുള്ള ഇസ്രായേൽ കരസേനയുടെ ആക്രമണം തുടരുന്ന ഘട്ടം കൂടിയാണ് കാണുന്നത്. വിശദാംശങ്ങൾ നൽകിയത് MC നാസർ ദുബായിൽ നിന്ന്. മറ്റു വാർത്തകളിലേക്ക്. അഫ്ഗാൻ ഭരണകൂടത്തിന്റെ തടവിലായിരുന്ന ബ്രിട്ടീഷ് ദമ്പതികൾക്ക് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ മോചനം. ഇവർ ഇന്ന് വൈകിട്ട് ദോഹയിലെത്തി. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം ദമ്പതികൾ നാളെ ലണ്ടനിലേക്ക് തിരിക്കും. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ തടവിലായിരുന്ന പീറ്റർ റെയ്നോൾഡ്, ഭാര്യ ബാർബി റെയ്നോൾഡ് എന്നിവരാണ് ഖത്തർ ഇടപെടലിൽ മോചിതരായത്. ദോഹ വിമാനത്താവളത്തിൽ മകൾ സാറ എൻട്രിസ്ലയും കുടുംബാംഗങ്ങളും ചേർന്ന് ഇവരെ സ്വീകരിച്ചു. 7 മാസം നീണ്ട ജയിൽവാസത്തിന് ശേഷമാണ് ദമ്പതികൾ മോചിതരാകുന്നത്. ഖത്തർ വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ ഖുലൈഫിയാണ് ഇതു സംബന്ധിച്ച് പ്രസ്താവനയിറക്കിയത്. മാനുഷിക മൂല്യങ്ങൾക്കു വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ ഖത്തർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു മധ്യസ്ഥതയെന്ന് അൽ ഖുലൈഫി പറഞ്ഞു. 18 വർഷമായി അഫ്ഗാനിലെ ബാമിയാൻ പ്രവിശ്യയിൽ താമസിക്കുന്നവരാണ് 80കാരനായ പീറ്ററും 76കാരിയായ ബാർബിയും. പ്രദേശത്ത് വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനങ്ങളുമായി സജീവമായിരുന്നു ഇവർ. നിയമം ലംഘിച്ചെന്ന പേരിൽ ഈ വർഷം ഫെബ്രുവരി 1-നാണ് ഇവർ അറസ്റ്റിലായത്. തങ്ങൾ അഫ്ഗാൻ പൗരന്മാരാണെന്നും സാധ്യമാണെങ്കിൽ അവിടേക്ക് തിരിച്ചുപോകാൻ ആഗ്രഹിക്കുന്നതായും ബാർബി അന്താരാഷ്ട്ര മാധ്യമമായ സ്കൈ ന്യൂസിനോട് പ്രതികരിച്ചു. മോചനത്തിൽ UK പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാർമർ ഖത്തറിന് നന്ദി അറിയിച്ചു. മീഡിയ 1 ദോഹ. സൗദി പാകിസ്ഥാൻ സൈനിക സഹകരണത്തിൽ ഇന്ത്യക്ക് അതൃപ്തി. ഇന്ത്യക്കും സൗദിക്കുമിടയിൽ തന്ത്രപ്രധാന ബന്ധമുണ്ട്. താൽപര്യങ്ങളും ആശങ്കകളും പരസ്പരം അംഗീകരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. തൗഫീഖ് അസ്ലം വിശദാംശങ്ങൾ നൽകും. തൗഫീഖ്, സൗദി പാകിസ്ഥാൻ സൈനിക സഹകരണം, പുതിയ കരാറുകൾ, അത് ഇന്ത്യയെ ഏത് തരത്തിലാണ് അലട്ടുന്നത്? ഇന്ത്യ സൗദിയെ രേഖാമൂലമാണോ ഈ അതൃപ്തി അറിയിച്ചിരിക്കുന്നത്? എന്താണിപ്പോൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസമായിരുന്നു സൗദിയും പാകിസ്ഥാനും തമ്മിൽ സൈനിക കരാറുകൾ ഏർപ്പെട്ടത്. കഴിഞ്ഞ ദിവസം അതിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള അതിർത്തി നിലവിലുണ്ടെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് ഇക്കാര്യങ്ങൾ മറച്ചുവെക്കാതെ പറയുകയും ചെയ്തത്. ഇന്ത്യക്കും സൗദിക്കുമിടയിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ബന്ധമാണ് ഉള്ളതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു. താല്പര്യങ്ങളും ആശങ്കകളും പരസ്പരം അംഗീകരിക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്, അതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു മറുപടിയായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത്. ഈ കരാറിൽ ഒപ്പിട്ടത് മുതൽ ഇന്ത്യ വലിയ രീതിയിലുള്ള ആശങ്ക ഇതിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്ന കാര്യം ഇന്ത്യക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായതാണ്. ഈ സൗദിയും പാകിസ്ഥാനും തമ്മിൽ സൈനിക കരാറിൽ ഏർപ്പെടുമ്പോൾ ഇരു രാജ്യങ്ങൾക്കുമേൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, പാകിസ്ഥാന് നേരെയോ സൗദിക്ക് നേരെയോ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക്, അതായത് പാകിസ്ഥാന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് സൗദിക്ക് നേരെ നടത്തുന്ന ആക്രമണമായി കണക്കാക്കും എന്നാണ് ഈ കരാറിൽ പറയുന്ന ഒരു പ്രധാന കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പലതരത്തിലുള്ള ആശങ്ക ഇന്ത്യക്ക് നിലനിൽക്കുന്നുണ്ട്. അത് സൗദി ഒരുപക്ഷെ ഏതെങ്കിലും വഴി അത് അറിയിക്കാനുള്ള ശ്രമങ്ങൾ കൂടി ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ശരി തൗഫീഖ്. മറ്റു വാർത്തകളിലേക്ക്. കൂടുതൽ ഗൾഫ് രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാൻ ഇന്ത്യ ചർച്ച തുടരുകയാണെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ. ഒമാനുമായുള്ള ചർച്ച അന്തിമഘട്ടത്തിലാണ്. എന്നാൽ GCC രാജ്യങ്ങളുമായി ഒരു ഏകീകൃത കരാർ ഇന്ത്യ ലക്ഷ്യമിടുന്നില്ലെന്ന് മന്ത്രി ദുബൈയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. We are at an advanced stage of dialogue with Oman, which should conclude soon. Some of the other countries have expressed an interest, but we'll be talking to them, and if we finalize, if we get confidence that will be good for the Indian economy,
surely we are open to free trade agreements with some of the other GCC countries also. UAE-യിൽ 2 ദിവസം നീണ്ട സന്ദർശനത്തിന് ശേഷമാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ദുബൈയിൽ മാധ്യമങ്ങളെ കണ്ടത്. ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ UAE നിക്ഷേപത്തിന് താൽപര്യമറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. Infrastructure is one major sector where they can see huge potential. Data centers and technology, I can clearly see is a focus area of UAE investors. There was a lot of interest in the banking sector. There was a lot of interest in our startups. There was interest of potential investors in logistics ecosystem in India. They see that as an emerging big market. Green energy, renewable energy is another area where the UAE is very keen to look at investments. ഇന്ത്യയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ വിവിധ UAE ബാങ്കുകൾ താൽപര്യമറിയിച്ചിട്ടുണ്ട്. മരുന്നുകൾ പരസ്പരം അംഗീകരിക്കുന്നതിന് ഇന്ത്യൻ ഫാർമസി കമ്പനികൾ UAE അധികൃതരുമായി ചർച്ച നടത്തി. കൂടുതൽ ഇന്ത്യൻ ആരോഗ്യ സ്ഥാപനങ്ങൾ UAE-യിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യ UAE ബിസിനസ് കൗൺസിൽ ചർച്ചയിൽ പീയൂഷ് ഗോയലും UAE വിദേശ വാണിജ്യ മന്ത്രി ഡോക്ടർ സാനി അൽ സയൂദിയും അധ്യക്ഷത വഹിച്ചു. UAE ദേശീയ സുരക്ഷാ ഉപദേശകൻ ഷെയ്ഖ് തഹ്നൂനുമായും പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി. മീഡിയ 1 ദുബായ്. 5ാമത് ഹജ്ജ് ഉച്ചകോടിക്ക് ജിദ്ദയിൽ നവംബറിൽ തുടക്കമാകും. സമ്മേളനത്തോടനുബന്ധിച്ച് ഹജ്ജ് എക്സിബിഷനും സംഘടിപ്പിക്കുമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഹജ്ജ് ഉംറ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവരും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. നവംബർ 9 മുതൽ 12 വരെ ജിദ്ദ സൂപ്പർ ഡോമിലാണ് ഉച്ചകോടി. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെയാണ് ഇത്തവണ ഹജ്ജ് കോൺഫറൻസ്. ഹജ്ജ് ഒരുക്കങ്ങൾ സജീവമാക്കുന്നതിൻ്റെ ഭാഗമായാണ് നടപടി. ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിൽ ഹജ്ജ് രജിസ്ട്രേഷൻ ഇത്തവണ നേരത്തെ ആരംഭിച്ചിരുന്നു. വിവിധ രാജ്യങ്ങളുമായി ഹജ്ജ് കരാർ ഒപ്പുവെക്കലും ഉച്ചകോടിയുടെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ അതിഥികൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും ഹജ്ജ് സേവനദാതാക്കളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് സമ്മേളനം. ലോകമെമ്പാടുമുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ വരവ് സുഗമമാക്കുന്നതിനായി മന്ത്രാലയം നടത്തിവരുന്ന പ്രവർത്തനങ്ങളും ഇവിടെ വിശദീകരിക്കും. നവംബർ 9 മുതൽ 12 വരെ ജിദ്ദ സൂപ്പർ ഡോമിലാണ് ഉച്ചകോടിക്ക് വേദിയാവുക. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ലോകത്ത് സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ഐക്യരാഷ്ട്രസഭ അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ മുറുകെ പിടിക്കേണ്ട കാലമാണിതെന്ന് UAE പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. UN 80ാം വാർഷികത്തിന്റെ ഭാഗമായി പുറത്തുവിട്ട വീഡിയോ പ്രഭാഷണത്തിലാണ് ഷെയ്ഖ് മുഹമ്മദ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മനുഷ്യർക്കിടയിൽ നീതിയും സമാധാനവും അഭിമാനവും പുലരാൻ അടുത്ത 80 വർഷത്തേക്ക് കൂടി അവരുടെ പ്രതീക്ഷയായി നിലനിൽക്കാൻ UN മാനവകുലത്തോടുള്ള തങ്ങളുടെ പ്രതിജ്ഞ പുതുക്കണമെന്നും ഷെയ്ഖ് മുഹമ്മദ് പ്രഭാഷണത്തിൽ പറഞ്ഞു. على تأسيس منظمة الأمم المتحدة إلا أننا نواجه تحديات عالمية معقدة تأكد الحاجة الملحة أكثر من أي وقت مضى إلى إحياء المبادئ والقيم التي نص عليها ميثاق الأمم المتحدة لضمان استمرار دورها في ترسيخ السلام والأمن. ദേശീയ ദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങി സൗദി അറേബ്യ. ദേശീയ ദിനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു. ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കാളികളായി കമ്പനികളും സ്ഥാപനങ്ങളും വമ്പൻ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 95ാം ദേശീയ ദിനാഘോഷത്തിനൊരുങ്ങി സൗദി അറേബ്യ. ദേശീയ ദിനത്തിന്റെ ഭാഗമായി പൊതു സ്വകാര്യ ലാഭരഹിത മേഖലകൾക്ക് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു. മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെതാണ് പ്രഖ്യാപനം. ദേശീയ ദിനത്തോടനുബന്ധിച്ച് 3 മേഖലകൾക്കും ഔദ്യോഗിക അവധിയായിരിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ആഘോഷത്തിൽ പങ്കാളികളായി സർവീസ് മേഖലകളും കമ്പനികളും സ്ഥാപനങ്ങളും വമ്പൻ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ ടെലികോം ദാതാക്കളായ STC ഇന്റർനെറ്റ്, പ്രീപെയ്ഡ്, പോസ്റ്റ്പെയ്ഡ് കണക്ഷനുകളിൽ ഓഫറുകൾ ലഭ്യമാക്കി. വിമാന കമ്പനികൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ജിംനേഷ്യങ്ങൾ എന്നിവയും വ്യത്യസ്ത രീതിയിലുള്ള ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ ദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനകം തുടക്കമായി. ജിദ്ദയിൽ ഇന്നും നാളെയുമായി സൈനിക പരേഡുകൾ നടക്കും. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദിയിൽ മീഡിയ 1 ഒരുക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റിലേക്ക് രജിസ്ട്രേഷൻ സജീവം. സൗദിയിലെ വൻകിടക്കാരും ഇടത്തരക്കാരും ചെറുകിടക്കാരും ഉൾപ്പെടെ ബിസിനസ് സമൂഹത്തിന്റെ സംഗമമായി ഫ്യൂച്ചർ സമ്മിറ്റ് മാറും. ഇന്ത്യയിലെയും GCCയിലെയും ബിസിനസ് സമൂഹത്തിന്റെ നെറ്റ്വർക്കിംഗ് ഇടം കൂടിയാകും ഫ്യൂച്ചർ സമ്മിറ്റ്.
സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടറായിരിക്കും ഉച്ചകോടിയിലെ മുഖ്യാതിഥി. ഒരേയിടത്ത് സൗദി വിപണിയിലെ ലീഡർമാരും പുത്തൻ നിക്ഷേപകരും പരമ്പരാഗത പ്രവാസികളും ഒത്തുചേരുക. അതിന്റെ അപൂർവതക്കാണ് മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റ് സാക്ഷ്യം വഹിക്കുക. പുതിയ ബിസിനസ് സാധ്യതകളുടെ വാതിൽ തുറക്കാനും ഇത് വഴിയൊരുക്കും. സൗദി വിപണിയിലെ ഇന്ത്യൻ അധിപന്മാരും ബ്രാൻഡുകളും ഫ്യൂച്ചർ സമ്മിറ്റിലെത്തും. സൗദി വാർത്താ മന്ത്രാലയ മേധാവി ഹുസൈൻ അൽ ഷമരിയാണ് മുഖ്യാതിഥി. സൗദിയിൽ എങ്ങനെ ലീഡറാകാമെന്നതിൽ ഇമോഷണൽ സെയിൽസ് കോച്ച് റിയാസ് ഹക്കീമിന്റേതാണ് തുടർന്നുള്ള സെഷൻ. ടാക്സ് അതോറിറ്റി മുതൽ സൗദിയിലെ സകല ഭരണകൂട സംവിധാനങ്ങളിലും AI കൊണ്ടുവന്ന മാറ്റവും വിപണിയിൽ പ്രവാസികൾക്കത് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിലും ഈ രംഗത്തെ പ്രമുഖൻ ഉമർ അബ്ദുസലാം പ്രവാസി സംരംഭകരുമായി തുറന്ന് സംസാരിക്കും. സംവാദത്തിനും അവസരമുണ്ടാകും. തുടർന്ന് സൗദിയെ വിപണിയിൽ വിജയിച്ചവർ ഈ മാർക്കറ്റിന്റെ ട്രെൻഡും ഇടപെടേണ്ട രീതിയും സംസാരിക്കും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ AK ഫൈസൽ, ഇംപെക്സിന്റെ മേധാവി നുവൈസ് ചേനങ്ങാടൻ, നെല്ലറയുടെ കെ ഷംസുദ്ദീൻ തുടങ്ങിയവർ അക്കഥകൾ പറയും. നിക്ഷേപം എളുപ്പമുള്ള സൗദി വ്യവസായ മേഖലയിലെ സാധ്യതകൾ സൗദിയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ കമ്പനികളിൽ ഒന്നായ എക്സ്പെർട്ടൈസ് CEO മുഹമ്മദ് ആഷിഫും വിശദീകരിക്കും. തലമുറകളായി സൗദിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ വിജയത്തിന് പിന്നിലെ മാജിക് ജാബിർ അബ്ദുൽ വഹാബാണ് പറയുക. സൗദിയിൽ പ്രവാസി ബിസിനസ്സുകാർക്ക് നിരന്തരം ഇടപാടുള്ള സൗദി സക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റിയിലെ പുതിയ രീതികളും പാഠങ്ങളും എത്തിക് ഫിന്നിൽ നിന്നും VK നദീറും വിശദീകരിക്കും. ഇവർക്ക് പുറമെ സൗദിയിലെ ലീഡിംഗ് ബ്രാൻഡുകളും ഫ്യൂച്ചർ സമ്മിറ്റിലുണ്ട്. ലുലു ഗ്രൂപ്പിന്റെ സൗദിയിലെ പുതിയ ഡയറക്ടർ മുഹമ്മദ് ഹാരിസ്, ഇറാം ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ്, റാക്കോ ഹോൾഡിംഗ്സ് CEO റഹീം പട്ടർക്കടവൻ, മീഡിയ വൺ CEO മുഷ്താഖ് അഹമ്മദി എന്നിവരും ഉച്ചകോടിയിലുണ്ട്. IT മേഖലയിലും ജിയോ പൊളിറ്റിക്സ്, സംരംഭകത്വം, പ്രവാസ മേഖല തുടങ്ങിയ വിവിധ മേഖലകളിൽ നൂതനമായ ആശയങ്ങളും സംവാദങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ക്ഷണിക്കപ്പെട്ട ആളുകളുടെ ഒരു സംഗമ വേദിയാണ് ഫ്യൂച്ചർ സമ്മിറ്റ്. ഇന്ത്യയിലെ പ്രവാസി സമൂഹത്തിന് അതിൻ്റെ സാധ്യതകളെ കൂടി ചർച്ച ചെയ്യുന്ന രൂപത്തിലാണ് ഈ വർഷത്തെ ഫ്യൂച്ചർ സമ്മിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പരസ്പരമുള്ള നെറ്റ്വർക്കിംഗ് സെഷനിലൂടെ സൗദിയിൽ ബിസിനസ് ചെയ്യുന്നവർക്കുള്ള അത്യപൂർവ ബിസിനസ് സാധ്യത ഉച്ചകോടി തുറന്നിടുകയാണ്. തിങ്കളാഴ്ച ഖോബാറിലും ചൊവ്വാഴ്ച ദേശീയ ദിനത്തിൽ റിയാദിലുമാണ് മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റ്. വൈകിട്ട് മുതൽ രാവേറും വരെ നീളുന്ന സെഷനുകളിലും നെറ്റ്വർക്കിംഗ് ലഞ്ചിലും ഉൾപ്പെടെ വിവിധ പരിപാടികളിലേക്കും രജിസ്ട്രേഷൻ അവസാന ഘട്ടത്തിലാണ്. അഫ്താബ് റഹ്മാൻ, മീഡിയ വൺ, റിയാദ്. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒമാൻ 4ാം സ്ഥാനത്ത്. ഗാലപ്പ് ഇന്റർനാഷണൽ പുറത്തിറക്കിയ 2024 ആഗോള സുരക്ഷാ റിപ്പോർട്ടിലാണ് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ 10 രാജ്യങ്ങളുടെ പട്ടികയിൽ സുൽത്താനേറ്റ് ഇടം നേടിയത്. രാത്രികാലങ്ങളിൽ താമസക്കാരുൾപ്പെടെയുള്ളവരുടെ സുരക്ഷിതത്വ ബോധം അളക്കുന്നതാണ് ഗാലപ്പ് ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട്. ക്രമസമാധാന സൂചികയിൽ ശ്രദ്ധേയമായ 91 പോയിന്റുകൾ നേടിയ സുൽത്താനേറ്റ് ഉയർന്ന നിലവാരത്തിലുള്ള സുരക്ഷയും പൊതുസുരക്ഷയുമാണ് ഉറപ്പാക്കുന്നതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഒമാന്റെ ശക്തമായ നിയമനിർവഹണ ചട്ടക്കൂട്, കേന്ദ്രീകൃത ഭരണം, നഗരസുരക്ഷയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും തുടർച്ചയായ നിക്ഷേപം എന്നിവ ജനങ്ങൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യ നിരക്കാണ് ഒമാനുള്ളത്. പൊതുക്രമസമാധാന നിലനിർത്തുന്നതിനുള്ള രാജ്യത്തിന്റെ നിരന്തരമായ ശ്രമങ്ങളും നേട്ടത്തിന് കാരണമായിട്ടുണ്ട്. ആഗോള സുരക്ഷാ റിപ്പോർട്ടിൽ സിംഗപ്പൂരാണ് പട്ടികയിൽ 1ാമത്. തൊട്ടു പിന്നാലെ താജിക്കിസ്ഥാനാണ്. 3ാമത് ചൈനയും 4ാമത് ഒമാനുമാണ്. സൗദി, ഹോങ്കോങ്, കുവൈത്ത്, നോർവേ, ബഹ്റൈൻ, UAE എന്നിവയാണ് ആദ്യ 10ലുള്ള മറ്റു രാജ്യങ്ങൾ. സ്പെയിൻ, സ്വീഡൻ, ജർമ്മനി, UK, US തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ ഉയർന്ന സ്ഥാനമാണ് ഒമാനും മറ്റ് GCC രാജ്യങ്ങളും നേടിയത്. US ഗാലപ്പ് എന്ന മൾട്ടിനാഷണൽ അനലിറ്റിക്സ് ആൻഡ് അഡ്വൈസറി കമ്പനി നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തലുകൾ. മീഡിയ വൺ, മസ്കത്ത്. ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റിനായി പുതിയ ഡിജിറ്റൽ സേവനം കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം ആരംഭിച്ചു. കുവൈത്തുകളെയും പ്രവാസികളെയും സഹായിക്കുന്ന ഈ സേവനം സഹൽ ആപ്ലിക്കേഷൻ വഴി ലഭ്യമാക്കിയിട്ടുണ്ട്. നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഗാർഹിക തൊഴിലാളിക്ക് ഇതിനകം വിസ നൽകിയിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ ഈ സേവനം ഉപയോക്താക്കൾക്ക് സൗകര്യമൊരുക്കുന്നതായി മന്ത്രാലയം അറിയിച്ചു. ഡിജിറ്റൽ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സംയോജിത ഗവേണൻസിനായുള്ള സർക്കാരിൻ്റെ നയത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിൻ്റെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് പുതിയ സേവനമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കുവൈറ്റിൽ ഗതാഗത സുരക്ഷാ പരിശോധന ശക്തമാക്കുന്നു. പുതിയ അധ്യയന വർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ചെക്കിങ്ങും ഗതാഗത പരിശോധനകളും ശക്തിപ്പെടുത്താൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാണെന്ന് ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻ സെക്ടർ മേധാവി ബ്രിഗേഡിയർ അബ്ദുള്ള അൽ അത്തിക്കി വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സുരക്ഷിതമായ യാത്രാന്തരീക്ഷം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു.
പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി സലാലയിലെ സുൽത്താൻ തൈമൂർ സ്ട്രീറ്റിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സുൽത്താൻ തൈമൂർ സ്ട്രീറ്റും അൽ ഫറൂഖ് സ്ട്രീറ്റും തമ്മിലുള്ള ഇന്റർസെക്ഷനിലെ ട്രാഫിക് ലൈറ്റ് മുതൽ സാദയിലെ സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ റോഡ് വരെയുള്ള ഇരട്ട പാതകളിൽ നിന്ന് ഒറ്റപ്പാതയിലേക്ക് വഴിതിരിച്ചുവിടും. റോഡ് ഉപയോക്താക്കൾ ജാഗ്രത പാലിക്കണമെന്നും ഗതാഗത സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അതനുസരിച്ച് യാത്രകൾ ആസൂത്രണം ചെയ്യണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കുവൈറ്റിലെ വെസ്റ്റ് അബു ഫത്തീറയിൽ അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച 2 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. ജനറൽ ഫയർഫോഴ്സ് നിശ്ചയിച്ചിട്ടുള്ള ആവശ്യകതകൾ പാലിക്കാത്ത മറ്റു സ്ഥാപനങ്ങൾക്ക് 16 നോട്ടീസുകളും മുന്നറിയിപ്പുകളും നൽകി. കുവൈറ്റ് ഫയർഫോഴ്സാണ് ഇക്കാര്യം അറിയിച്ചത്. ഡ്രോൺ പാഴ്സൽ ഡെലിവറി പരീക്ഷ അബുദാബി അൽ സംഹയിൽ നിന്ന് ഖലീഫ ഇൻഡസ്ട്രിയൽ സോണിലേക്കായിരുന്നു ആദ്യ ഡെലിവറി. ലോഡ് ഓട്ടോണമസ് കമ്പനിയുമായി സഹകരിച്ചായിരുന്നു പരീക്ഷണ പറക്കൽ. സ്വയം നിയന്ത്രിത ഡ്രോണുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. മുനിസിപ്പാലിറ്റിയുടെയും ഗതാഗത വകുപ്പിന്റെയും സഹകരണത്തിൽ സ്ഥാപിച്ച ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്ററാണ് പരീക്ഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ബഹ്റൈനിൽ ലൈസൻസ് ഇല്ലാതെ അപകടകാരികളായി മൃഗങ്ങളെ വളർത്തുന്നവർക്ക് 1000 മുതൽ 10,000 ദിനാർ വരെ പിഴയും തടവും ലഭിക്കുന്ന നിയമം പ്രാബല്യത്തിൽ വന്നേക്കും. നിലവിൽ പാർലമെന്റിൽ ഉന്നത സമിതിയുടെ പഠനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ബിൽ നിയമമായാൽ മൃഗശാലകൾ, പാർക്കുകൾ, സർക്കസുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് മാത്രമായിരിക്കും ഇത്തരം മൃഗങ്ങളെ കൈവശം വയ്ക്കാൻ അനുമതി ഉണ്ടാവുക. വ്യക്തികൾക്ക് സ്വകാര്യ ഉടമസ്ഥാവകാശം ലഭിക്കില്ല. സൗദിയിൽ അതിവേഗ ഇന്റർനെറ്റ് ഓഫറുമായി സൗദി ടെലികോം കമ്പനിയായ STC 172 റിയാലിനായിരിക്കും സേവനം നൽകുക. ബൈത്തി ബേസിക് എന്ന പേരിലായിരിക്കും പുതിയ പാക്കേജ്. ഫൈബർ ഓപ്റ്റിക് ഇന്റർനെറ്റ് കണക്ഷനാണ് പ്രത്യേക ഓഫർ. സൗദി ടെലികോം കമ്പനിയായ STCയുടേതാണ് പാക്കേജ്. ബൈത്തി ബേസിക് എന്ന പേരിലായിരിക്കും സേവനം. സെക്കൻഡിൽ 300 MB ഡൗൺലോഡ് സ്പീഡും 100 MB അപ്ലോഡ് സ്പീഡും ലഭിക്കും. പാക്കേജ് എടുക്കുന്ന ഉപഭോക്താക്കൾക്ക് മൊബൈൽ ഫോണുകൾക്കുള്ള STC TV ആപ്പും ഉപയോഗിക്കാൻ കഴിയും. വാറ്റ് ഉൾപ്പെടെ 172.5 റിയാലായിരിക്കും നിരക്ക്. 24 മാസമായിരിക്കും കാലാവധി. കാലാവധിക്ക് ശേഷം യഥാർത്ഥ നിരക്കായ 287.5 റിയാൽ നിരക്കിലേക്ക് മാറും. ഓഫർ ലഭിക്കാനായി കമ്പനിയുമായി 12 മാസത്തെ കരാർ ഒപ്പുവെക്കണം. ഇൻസ്റ്റലേഷനും മോഡവും കമ്പനി നൽകും. ഒരു തിരിച്ചറിയൽ കാർഡിൽ ഒരു കണക്ഷൻ മാത്രമായിരിക്കും അനുവദിക്കുക. മിഷാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈറ്റിൽ ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് റൺ സെപ്റ്റംബർ 26 നടക്കും. ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിലുമായി ചേർന്നാണ് പരിപാടി. സാൽമിയയിലെ ബോളിവാർഡ് വാക്കിംഗ് ട്രാക്കിലാണ് റൺ. രാവിലെ 6:30 പരിപാടി ആരംഭിക്കുക. പങ്കെടുക്കുന്നവർ സെപ്റ്റംബർ 25 മുമ്പായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. പരിപാടി ദിവസം രാവിലെ 6:15 എത്തണമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു. സാമൂഹികകാര്യമന്ത്രി ഡോക്ടർ അംതാൽ അൽ ഹുബൈലയുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ കുവൈത്തിൽ ദേശീയ ശുചിത്വ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. നവംബർ 4 മുതൽ ഡിസംബർ 5 വരെ നടക്കുന്ന ക്യാമ്പയിൻ ഇതാണ് നിങ്ങളുടെ പങ്ക് എന്ന മുദ്രാവാക്യത്തിലാണ് സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ എല്ലാ ഗവർണറേറ്റുകളിലുമായി ക്യാമ്പയിൻ നടക്കും. ക്യാമ്പയിൻ കാലയളവിൽ സർക്കാർ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ മന്ത്രാലയം, മുനിസിപ്പാലിറ്റി, യുവ വോളണ്ടിയർമാർ എന്നിവ ചേർന്ന് ദിനം പ്രതി ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. നിർണായകമാണ്. ദേശീയ ആഘോഷത്തോടെ ഡിസംബർ ആദ്യവാരത്തിൽ ക്യാമ്പയിൻ സമാപിക്കും. ദമാം ഇന്ത്യൻ സ്കൂളിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട രക്ഷിതാക്കളുടെ കൂട്ടായ്മ ET മുഹമ്മദ് ബഷീർ MPക്ക് നിവേദനം നൽകി. വിഷയം പഠിച്ച ശേഷം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും ET മുഹമ്മദ് ബഷീർ MP ഡിസ്പാക് ഭാരവാഹികൾക്ക് ഉറപ്പ് നൽകി. ഡിസ്പാക് ഭാരവാഹികളായ നജീം ബഷീർ, നജീബ് അരഞ്ഞിക്കൽ, താജ് അയ്യാലിൽ, ആസിഫ് താനൂർ എന്നിവർ സംബന്ധിച്ചു. CBSE ദമാം സോണൽ തല സ്കൂൾ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച മത്സരത്തിൽ പ്രവിശ്യയിലെ വ്യത്യസ്ത സ്കൂളുകളെ പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അണ്ടർ 19, അണ്ടർ 17 വിഭാഗങ്ങളിലായിട്ടായിരുന്നു മത്സരം. ബ്രെയിൻസ് ഇൻ ആക്ഷൻ CBSE ദമാം സോണൽ തല ക്വിസ് മത്സരങ്ങൾ സമാപിച്ചു. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അണ്ടർ 19 വിഭാഗത്തിൽ 4 ടീമുകളും അണ്ടർ 17 വിഭാഗത്തിൽ 6 ടീമുകളും മാറ്റുരച്ചു. വിദ്യാർത്ഥികളുടെ ഉത്സാഹം നിറഞ്ഞ പങ്കാളിത്തം മത്സരത്തിന് മികവേകി. ദമാം ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ പീറ്റർ വിജയികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഇർഫാൻ വഹീദ് മത്സരാർത്ഥികൾക്കുള്ള പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകി. ക്വിസ് മാസ്റ്ററായി യോഗേഷ് തമ്പോളിയും ക്വിസ് കോർഡിനേറ്ററായി സ്കൂൾ ബോയ്സ് വിഭാഗം മേധാവി വിജു ഡാനിയലും നേതൃത്വം നൽകി. മീഡിയ 1, ദമാം. സൗദിയിൽ ലോകത്തെ ഏറ്റവും വലിയ ഷാറ്റേർഡ് ഗ്ലാസ് ആർട്ട് തീർക്കാൻ ഒരുങ്ങി ലുലു.
കോബാർ ന്യൂ കോർണിഷിലായിരിക്കും കലാസൃഷ്ടി. രാജ്യത്തിന്റെ 95ാമത് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ഉദ്യമം. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ഓഫറുകളും ലഭ്യമാകും. ഗ്ലാസ് പല രീതിയിൽ പൊട്ടിച്ച് രൂപങ്ങൾ സൃഷ്ടിക്കുന്ന കലയാണ് ഷാറ്റേഡ് ഗ്ലാസ് ആർട്ട്. ലോകത്തെ ഏറ്റവും വലിയ ഷാറ്റേഡ് ഗ്ലാസ് ആർട്ടായിരിക്കും നിർമ്മിക്കുക. സെപ്റ്റംബർ 20 വൈകിട്ട് 4:30 മുതൽ കോബാർ ന്യൂ കോർണിഷിലായിരിക്കും നിർമ്മാണം. ഗ്ലാസ് ആർട്ടിൽ ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി പുറത്തിറക്കിയ ഔദ്യോഗിക ചിഹ്നം ആലേഖനം ചെയ്യും. 3 മീറ്റർ നീളവും വീതിയുമുള്ള പ്രത്യേക ഗ്ലാസ് ആയിരിക്കും ഇതിനായി ഉപയോഗിക്കുക. കോബാർ മുനിസിപ്പാലിറ്റി, യൂണിലിവർ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി. ആർട്ട് പിന്നീട് മുനിസിപ്പാലിറ്റിക്ക് സമ്മാനിക്കും. ഗിന്നസ് റെക്കോർഡ് നേട്ടം കൂടി ലക്ഷ്യമിട്ടുള്ള ഈ കലാസൃഷ്ടി 95ാമത് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ്. സൗദി കലാകാരൻ അസീർ അൽ മുഗ്ലൌത്താണ് അതുല്യ കലാസൃഷ്ടിക്ക് രൂപം നൽകുക. ആഘോഷങ്ങളുടെ ഭാഗമായി എക്സ്ക്ലൂസീവ് ഓഫറുകളും ലഭ്യമാക്കും. ഈ മാസം 23 വരെയായിരിക്കും തുടരുക. സെപ്റ്റംബർ 22 നടക്കുന്ന പ്രത്യേക മിഡ് നൈറ്റ് ഷോപ്പിംഗിലും വൻ ഓഫറുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 1 മണി വരെയായിരിക്കും അവസരം. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറും. മീഡിയ 1 ദമ്മാം. കുവൈറ്റിലെ പ്രമുഖ റീറ്റെയിൽ സ്ഥാപനമായ ഗ്രാൻഡ് ഹൈപ്പർ കുവൈൽ ബ്ലോക്ക് 1 പുതിയ ശാഖ പ്രവർത്തനം തുടങ്ങി. ഷെയ്ഖ് ദാവൂദ് സൽമാൻ അസബാഹ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാൻഡ് ഹൈപ്പർ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട്, ജാസിം മുഹമ്മദ് ഖമീസ് അൽ ഷർഹ എന്നിവർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഗ്രാൻഡ് ഹൈപ്പർ റീജിയണൽ ഡയറക്ടർ കയ്യൂബ് കച്ചേരി, മുഹമ്മദ് സുനീർ, തക്സീർ അലി, മുഹമ്മദ് അസ്ലം എന്നിവരും മുതിർന്ന മാനേജ്മെന്റ് ടീം അംഗങ്ങളും സന്നിഹിതരായിരുന്നു. ആധുനിക സൗകര്യങ്ങളോടുകൂടി ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ, പഴം, പച്ചക്കറി, വസ്ത്രം, ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാകും. RSC ഗ്ലോബൽ ഈജിപ്തിൽ സയ്യിദുൽ ബഷർ ഇന്റർനാഷണൽ കോൺക്ലേവ് സംഘടിപ്പിച്ചു. മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന കോൺക്ലേവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ഡോക്ടർ ജമാൽ ഫാറൂഖ് ദക്കാഖ് ഉദ്ഘാടനം ചെയ്തു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വീഡിയോ വഴി സംസാരിച്ചു. ഡോക്ടർ ഇബ്രാഹിം നജം, ഡോക്ടർ അഹമ്മദ് മംദൂഹ്, ഡോക്ടർ സയ്യിദ് ബലാഗ് തുടങ്ങി വിവിധ സെഷനുകൾക്ക് പ്രമുഖർ നേതൃത്വം നൽകി. ഖത്തറിലെ ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സെമിനാർ ഈ മാസം 22-ന് ഉച്ചയ്ക്ക് ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് സെമിനാർ ഹാളിൽ ആരംഭിക്കുന്ന പരിപാടിയിൽ അറബിക് കയ്യെഴുത്ത് ഗ്രന്ഥങ്ങൾ, ഭാഷയും സംസ്കാരവും സഞ്ചരിച്ച വഴികൾ എന്ന വിഷയത്തിൽ ചർച്ച നടക്കും. കോളേജ് പ്രിൻസിപ്പൽ അബ്ദുസമദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും. തൃശൂർ പെരിഞ്ഞനം ജാമിയ മഹ്മൂദിയ ചാപ്റ്റർ അബുദാബിയിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. ഹംസ അഹ്സനി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ദേവർഷോല അബ്ദുസ്സലാം മുസ്ലിയാർ മദ്ഹ് പ്രഭാഷണം നടത്തി. ഹാഫിൽ സുഹൈൽ നേതൃത്വത്തിൽ ബുർദ ആലാപനവും മൗലിദ് മജ്ലിസും നടന്നു. ഡോക്ടർ ഉനൈസ് അൽ ബക്കറി, അബൂബക്കർ കൗസർ സക്കാഫി തുടങ്ങിയവർ സംസാരിച്ചു. ജിസാൻ ആർട്ട് ലവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഡോക്ടർ ഷിബു തിരുവനന്തപുരം ഉദ്ഘാടനം നിർവഹിച്ചു. ജലപൊന്നോണം എന്ന പേരിലായിരുന്നു ആഘോഷം. വിവിധ ഓണപരിപാടികളോടെയായിരുന്നു ചടങ്ങ്. ഡോക്ടർ രമേശ് മുച്ചിക്കൽ, മനോജ് കുമാർ, ഹനീഫ മുന്നിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. UAE മലയാളി ബാങ്കിംഗ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ബാങ്കേഴ്സ് കേരള ഓണം ആഘോഷം സംഘടിപ്പിച്ചു. ബിനു ജെയിംസ്, ജിജോ ജോൺ, വസീം അബൂബക്കർ, വിഷ്ണു ജയപാൽ എന്നിവർ നേതൃത്വം നൽകി. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ജപ്പാനിൽ നടക്കുന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടി ഖത്തറിന്റെ അബ്ദുറഹ്മാൻ സാംബ. 400 മീറ്റർ ഹർഡിൽസിലാണ് സാംബയുടെ മെഡൽ നേട്ടം. 47.06 സെക്കൻഡ്സിലാണ് താരം ഓട്ടം പൂർത്തിയാക്കിയത്. അമേരിക്കൻ അത്ലറ്റ് റായ് ബെഞ്ചമിനാണ് സ്വർണം. ഫൈനലിലുണ്ടായിരുന്ന മറ്റൊരു ഖത്തർ താരം ഇസ്മായിൽ ദാവൂദ് 8ാമതായാണ് ഫിനിഷ് ചെയ്തത്. ദോഹയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഖത്തറിന് ഐക്യദാർഢ്യം അറിയിച്ച് ബ്രസീൽ. പ്രസിഡന്റ് ലുല ഡിസിൽവയാണ് ഖത്തർ അമീറിനെ ഫോൺ വഴി രാഷ്ട്രത്തിന്റെ പിന്തുണ അറിയിച്ചത്. പൊതു താൽപ്പര്യമുള്ള അന്താരാഷ്ട്ര പ്രാദേശിക വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. സ്വന്തം പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കാൻ ഖത്തറിന് അവകാശമുണ്ടെന്ന് ബ്രസീൽ പ്രസിഡന്റ് വ്യക്തമാക്കി. SNDP യോഗം ഒമാൻ യൂണിയൻ ഗുരുദേവ ദർശനത്തിലൂടെ ഒരു യാത്ര എന്ന പേരിൽ ഗുരുദേവ ദർശന പഠന യജ്ഞം നടത്തി. മുൻ ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമിയുടെ കാർമ്മികത്വത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഹാളിൽ വെച്ചായിരുന്നു ചടങ്ങ്. ക്ഷേത്രാങ്കണത്തിലെത്തിയ ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികളെ
SNDP യോഗം ഒമാൻ യൂണിയൻ കൺവീനർ G. രാജേഷ് പാദപൂജ നടത്തി. ബി. ഹർഷകുമാർ, D. മുരളീധരൻ, TS വസന്തകുമാർ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ചു. ചെയർമാൻ L. രാജേന്ദ്രൻ പൂർണ്ണകുംഭം നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു. യജ്ഞത്തിന്റെ ഭാഗമായി ഹോമമന്ത്രം കൊണ്ടുള്ള സർവൈശ്വര്യ പൂജയും നടന്നു.